ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സോ അപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കും OTT അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ, പൃഥ്വി മൂന്നൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ സർവമായ എന്ന് പറയുന്ന സിനിമ. ക്രിസ്മസ് റിലീസായിട്ട് 2025 ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം റെക്കോർഡ് കളക്ഷനെ സ്വന്തമാക്കി 6 ആഴ്ചയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 28 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 145 കോടി പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 74 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 3 വമ്പൻ ചിത്രങ്ങളാണ് തിയേറ്ററിലെത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയാണ്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്വൈത് നായർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചത്താപ്പച്ച ദി റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ പ്രിവ്യൂവിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കമിയറോടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാലും വാൾട്ടറും പിള്ളേരും അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം ഏകദേശം 1 കോടി രൂപയോളം ആദ്യം സ്വന്തമാക്കുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ തിയേറ്ററിലെത്താൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ. കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനും നാദിർഷ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അൽതാഫ് സലീം, മീനാക്ഷി ദിനേശ്, അജു വർഗീസ്, ജോണി ആന്റണി, ജാഫർ ഇടുക്കി, അബിൻ ബിനോ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നാദിർഷ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന സിനിമ. ചിത്രം നാളെയാണ് തിയേറ്ററിലെത്താൻ പോകുന്നത്. മികച്ച ഒരു കോമഡി എന്റർടൈനറായിട്ട് മാറും എന്ന് തോന്നുന്ന ഒരു ട്രെയിലർ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നാളെ തിയേറ്ററിൽ എത്തായിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാൽ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി, ജിജോമോൾ ജോസ്, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അതിഥി രവി സംഗീത് പ്രദീപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം അരുൺ വർമ്മ ഒരുക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം തീർക്കുന്നതാണ് സൃഷ്ടിക്കുന്നത്. ബോബി സഞ്ജയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ജസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം നാളെ തിയേറ്ററിലെത്തും. ട്രെയിലർ നൽകുന്ന സൂചനകൾ സത്യമാണെങ്കിൽ ചിത്രം ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നസ്ലിൻ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. നസ്ലിനോടൊപ്പം തന്നെ ഷറഫുദ്ദീൻ, സംഗീത് പ്രദീപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രത്തിന്റെ റിലീസ് ചെയ്ത് ഇപ്പോൾ തന്നെ ലഭ്യമായിരിക്കണം. ചിത്രം മെയ് മാസം 15-ന് തിയേറ്ററിലെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലാലേട്ടനും 17 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. മഹേഷ് നാരായണനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്ടറും മമ്മൂട്ടിക്ക് ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ഭഗത് വാസിൽ, ദർശന രാജേന്ദ്രൻ, നയൻതാര തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 23-ാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് പാൻ ഇന്ത്യ റിലീസായിട്ട് തിയേറ്ററിലെത്തും. ഇതൊക്കെയാണ് മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് എത്തുന്ന ചിത്രം ആദ്യം തന്നെ റെക്കോർഡ് കളക്ഷനുകൾ സ്വന്തമാക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനുവരി മാസം ലാസ്റ്റ് തിയേറ്ററിലെത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ. ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ജോജു ജോർജ്, ബിജു മേനോൻ തുടങ്ങിയവരാണ് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്. ജനുവരി മാസം 30-ാം തീയതിയാണ് ചിത്രം റിലീസിലെത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമോ ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന വലതുവശത്തെ കള്ളൻ എന്ന് കണ്ടുവരെ അറിയാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ പരാശക്തി എന്ന് പറയുന്ന സിനിമയുടേതാണ്. ശിവകാർത്തികനെ കേന്ദ്ര കഥാപാത്രമാക്കി സുധാ കൊങ്കര അണിയിച്ചിരിക്കിയ ചിത്രമാണ് പരാശക്തി എന്ന് പറയുന്ന സിനിമ. പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജനുവരി മാസം 9-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചകൾ പിന്നിട്ട ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങുകയാണ്. ഏകദേശം 150 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 80 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ OTT റിലീസ് ഇതാ പുറത്തു വരികയാണ്. നെറ്റ്ഫ്ലിക്സ് റെക്കോർഡ് നോക്കി ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം ആദ്യമോ അല്ലെങ്കിൽ ജനുവരി മാസം ലാസ്റ്റോ തന്നെ പരാശക്തി എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മങ്കാത്ത എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസ് അപ്ഡേറ്റ്സും കളക്ഷനെ കുറിച്ചാണ്. 2011 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മങ്കാത്ത എന്ന് പറയുന്ന സിനിമ. വെങ്കട് പ്രഭു അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ അജിത്തിനോടൊപ്പം തന്നെ തൃഷ, അർജുൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം റിലീസ് ആയിട്ട് നാളെ തിയേറ്ററിലോട്ട് തന്നെ പോവുകയാണ്. ചിത്രത്തിന് റെക്കോർഡ് പ്രീസെയിൽ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 1.25 കോടി 1,75,00,000 രൂപയോളം ചിത്രം പ്രീസെയിൽ കളക്ഷനോടെ മാത്രം ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു റിലീസ് സിനിമയുടെ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ കൂടിയാണ് ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ തുടക്കം എന്ന് പറയുന്ന സിനിമയുടേതാണ്. രാരേട്ടന്റെ മോൾ വിസ്മയ മോഹൻലാൽ നായികയായിട്ടെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ. 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ട് ചെയ്യുന്നു എന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. ചിത്രത്തിലെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്ററിനകത്ത് നമുക്ക് രാരേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണേലും ആദ്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രണവിന്റെ ചിത്രത്തിൽ രാരേട്ടൻ ഒരു കമിയർ റോളിൽ വന്നതുപോലെ തന്നെ തുടക്കത്തിലും രാരേട്ടന്റെ വക ഒരു ഗംഭീര കമിയർ റോള് പ്രതീക്ഷിക്കാം. ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ രാരേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെതാണ്. തുടരും എന്ന് പറയുന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് 366 താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജനുവരി മാസം 23 ചിത്രത്തിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ താരനിരയെക്കുറിച്ചൊന്നും ഇതുവരെ അപ്ഡേറ്റുകൾ ലഭ്യമായില്ലെങ്കിലും മീര ജാസ്മിൻ ചിത്രത്തിൽ നായികയായിട്ടെത്തും എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ വിശാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്ന സിനിമയുടേതാണ്. സുന്ദർസി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന വിശാലിനോടൊപ്പം തന്നെ തമന്ന, യോഗി ബാബു തുടങ്ങിയവരാണ്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദുരന്തർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയുടേതാണ്. രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദുരന്തർ എന്ന് പറയുന്ന സിനിമ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിച്ചിരിക്കുന്നത്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രക്ക് ആദിത്യ ഡയറക്ട് ചെയ്ത ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 1300 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുകയാണ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ്. മാർച്ച് മാസമാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തുകയ്ക്ക് ദുരന്തർ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 30 സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഹിന്ദിക്ക് പുറമെ തന്നെ നമുക്ക് മലയാളത്തിലും ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദളപതി വിജയിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടേതാണ്. വിജയുടെ സിനിമാ കരിയറിൽ അവസാന ചിത്രമായിട്ട് മാറുന്ന ജനനായകന്റെ റിലീസിന് വേണ്ടി സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കണം. വിജയ് ആരാധകരുടെ കാത്തിരിപ്പ് നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ വിധികളും ഇതിനോടൊപ്പം തന്നെ വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസ് ഇപ്പോൾ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്ക് ഏകദേശം 120 കോടി രൂപയോളം സ്വന്തമാക്കിയാണ് ആമസോൺ പ്രൈം വീഡിയോസ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നെ. ചിത്രം റിലീസിനെത്തി 29 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 6 ചിത്രത്തിന്റെ OTT റിലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ. എന്നാൽ നിലവിൽ ചിത്രത്തിന്റെ റിലീസ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആമസോൺ പ്രൈം വീഡിയോസ് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നീങ്ങുകയാണ്. ചിത്രം റിലീസ് ചെയ്താലുമില്ലെങ്കിലും ഫെബ്രുവരി മാസം 6 ഈ ഒരു സിനിമ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ആ ഒരു റെക്കോർഡ് തുക ഏകദേശം 120 കോടിയോളം തുക ആമസോൺ പ്രൈം വീഡിയോസിലെ ജനനായകൻ നിർമ്മാതാക്കൾ നൽകേണ്ടി വരും. എന്തൊക്കെയാണ് ജനനായകൻ ഉടൻ തന്നെ തിയേറ്ററിലോട്ട് എത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള അതിരടി എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രൊമോ വീഡിയോ വന്നപ്പോൾ മുതൽ സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു അതിരടി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ S അനന്തുവും ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനായ അരുൺ അനിരുദ്ധനാണ് ചിത്രം ഡയറക്ട് ചെയ്യുന്നത്. ചിത്രത്തിൽ 3 പേർക്കും ഗംഭീര മേക്ക് ഓവർ തന്നെ നൽകിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ബേസിൻ്റെതായിട്ട് പുറത്തു വന്ന പോസ്റ്ററിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 14 സ്ട്രീമിംഗ്
ചിത്രം ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി തിയേറ്ററിലോട്ടെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മിന്നൽമുരളിക്ക് ശേഷം ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രം വലിയ വിജയമാകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും OTT അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.